ഹുട്ടു ഗോത്രക്കാർ ടുട്സി ഗോത്രക്കാരായ 12 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയിരിക്കുന്നു. തല ഇവിടുന്ന് വെട്ടിയിട്ട് പൊളന്നിട്ടുണ്ട്. ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ പാങ്ക എന്ന് പറഞ്ഞ നല്ല നീളത്തിലുള്ളൊരു വാളുണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്. വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത്ര മില്യണെന്ന് ഏതാണ്ടുണ്ട്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ച് കൊല്ലും. അതൊരു കംഫർട്ടാണ് അല്ലേ? ലക്ഷറിയാണ്. അല്ലെങ്കിൽ വെട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് മരിക്കുള്ളൂ. 100 ദിവസം കൊണ്ട് ഒരു ദിവസം 10,000 പേര് വെച്ച് 1 മില്യൺ ആൾക്കാർ മരിക്കണമെങ്കിൽ 100 ദിവസം കൊണ്ട് തീർന്നു. അവരെയൊക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു മാന്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഗോമയിൽ അന്ന് ഭരണമില്ല. ഗോമ ഒരു റിബൽ കൺട്രോൾഡ് ഏരിയ ആണ്. പട്ടാളക്കാര് $100 തോക്ക് വൈകുന്നേരം വാടകയ്ക്ക് കൊടുക്കും. പിറ്റേ ദിവസം കാലത്തെ തോക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം, $100 കൊടുക്കണം. ആ തോക്ക് കൊണ്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതിന് അവർക്ക് പ്രശ്നമല്ല. ഗോമയിൽ ഞാൻ ചെന്ന് 2ാമത്തെ ആഴ്ച തന്നെ അവിടെ വിരുങ്ക അഗ്നിപർവ്വതം പൊട്ടി. ഈ പർവ്വതം പൊട്ടി ലാവ ഇങ്ങനെയും വന്ന ഇടയ്ക്ക് ഐലൻഡ് പോലെ ആയല്ലോ. അതിൽപ്പെട്ട കുറച്ച് പേര് മരിച്ചുപോയി. നിങ്ങളുടെ ഫാക്ടറി ഇരുന്ന ഭാഗത്തേക്ക് ഒഴുകി വന്നു. ഞങ്ങളുടെ ഫാക്ടറി ഇരുന്ന ഭാഗം ആ ഗോമ ടൗൺ മുഴുവനും ഇത് ഏതാണ്ട് എയർപോർട്ട് റൺവേയുടെ ഒരു പകുതി മുക്കാലും പോയി. 30 അടി പൊക്കത്തിൽ അവിടെ ലാവ് വന്നേ. അപ്പോൾ ഫാക്ടറിയിൽ ഒന്നുമില്ല. ഫാക്ടറി വീണ്ടും ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു പോക്കോഴിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ശരി. ആ പോക്കോഴിൽ കണ്ടിട്ടാണ് ഇവിടാണ് ഫാക്ടറി ഇരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ഇല്ല, ഒരു ലാവയുടെ പാടം പോലെ കിടക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെന്ന ഒരാഴ്ചക്കകം തന്നെ ഇതാണ്. പിന്നെ എന്താ അവിടെ ജോലി? ഈ സ്ഥാപനം വല്ലതും പോയില്ലേ? റുവാണ്ടയുടെ കഥകൾ സഞ്ചാരത്തിലെ പല എപ്പിസോഡുകളിലായി മലയാളികൾക്കറിയാം. സഞ്ചാരം സംപ്രേഷണം ചെയ്യുന്ന ആ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ഈ റുവാണ്ടയ്ക്ക് എങ്ങനെ ഇത് സാധ്യമായി എന്നുള്ളതായിരുന്നു. റുവാണ്ടയിൽ 26 വർഷം ജീവിച്ച, ഇപ്പോഴും ജീവിക്കുന്ന ഒരു മലയാളിയിൽ നിന്ന് ആ റുവാണ്ടയുടെ ബാക്കി കഥകൾ കൂടി നമുക്ക് കേൾക്കാം. കമ്പനി മുഴുവൻ ഇതിൻ്റെ അടിയിലായിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഉറപ്പില്ല. ഇനി ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു 10% എടുക്കാൻ സാധ്യതയുള്ളൂ. കമ്പനിയുടെ പുതിയ പോളിസി അനുസരിച്ച് അവർ സൗത്ത് ആഫ്രിക്കയിലൊക്കെ സിഗരറ്റ് മാനുഫാക്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം പുതിയൊരു ഫാക്ടറി ഉണ്ടാക്കി വരുന്നവരെ അവിടെ സിഗരറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുക. അപ്പോൾ ചെറിയ കുറച്ച് ആൾക്കാർ മതി. ഏതായാലും സ്റ്റാഫും അക്കൗണ്ട്സും ഒക്കെ മതി. എൻ്റെ ജോലി പോയില്ല. ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ. അപ്പോൾ എവിടെയാണിത്? ഈ ഫാക്ടറി ഒക്കെ പോയപ്പോൾ കെട്ടിടമുണ്ടോ വേറെ? ഞങ്ങൾ അതിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതൊരു ഓഫീസാക്കിയിട്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ഐലൻഡ് പോലെ ചില സ്ഥലങ്ങളിൽ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ലാവ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ഏരിയ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തൊരു ഇതെടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് കമ്പനി ഉടനെ തന്നെ, ഇത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളായതുകൊണ്ട് അയാളെല്ലാം മിഷനറിയൊക്കെ യൂറോപ്പിൽ നിന്ന് കണ്ടെയ്നറിൽ എയർ കാർഗോ വഴിയാണ് കൊണ്ടുപോകുന്നത്. 1.5 വർഷം കൊണ്ട് അടുത്ത ഫാക്ടറി കംപ്ലീറ്റ് ആയി. അതുവരെ അവിടെ ഉണ്ടായിരുന്നു സാർ? ഞാൻ 1.5 വർഷം വരെ ഇല്ല. ഞാൻ ഈ കംപ്ലീറ്റ് 1 വർഷത്തോളം ഞാൻ പിന്നെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്തേക്ക് ഞാൻ അവിടുന്ന് പോയി. അവിടുന്ന് പോന്നിട്ട് പിന്നെ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ പിന്നെ ജോലി രാജിവെച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ഈ ദുബായിൽ പോയിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാലത്തും രക്ഷപ്പെടില്ല, ഇങ്ങനെ ജോലി എടുത്തു വന്നു. നിന്റെ കടങ്ങളൊക്കെ തീർന്ന് നീ അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ മാത്രമേ തീരുള്ളൂ. ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയച്ചു തരാം, ഒരു 2-3 മാസത്തെ സമയം കിട്ടും. ആ സമയം കൊണ്ട് നീ ഇത് വിറ്റിട്ട് ഇതിൻ്റെ പണം തിരിച്ചയച്ചാൽ മതി. എന്ത് പ്രോഡക്ട്സാ? എന്ത് വേണമെങ്കിലും ഞാൻ തീരുമാനിച്ചാൽ മതി. വന്ന ഉടനെ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് സാധിച്ചില്ല. ഈ സമയത്ത് ഞാൻ വിചാരിച്ചു ജോലി രാജിവെച്ചാൽ എന്തെങ്കിലും മാർഗം വേണമല്ലോ. അതുപോലെ കിഗാലിയിൽ വന്നാൽ എനിക്ക് ഇവിടുത്തെ ടാക്സ് ലോ ഒക്കെ ഏതാണ്ട് ഇതായി കഴിഞ്ഞു. അപ്പോൾ ചെറിയ കൺസൾട്ടൻസി ബിസിനസ്സും തുടങ്ങാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ജോലി രാജിവെക്കുമ്പോൾ ജോലി രാജിവെച്ച് കിഗാലിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ, ആദ്യം ഞങ്ങൾ ബെൻസിൻ്റെ സ്പെയർ പാർട്സാണ് കൊണ്ടുവന്നത്. ബെൻസ് ട്രക്കിൻ്റെ അത് കൊണ്ടുവന്ന് കൂടാതെ ഒരു കണ്ടെയ്നർ ബാറ്ററി, ഒരു കണ്ടെയ്നർ ടയർ, അത് അതിൻ്റെ പുറകെ വന്നിരിക്കുന്നത്. ഈ ബെൻസിൻ്റെ സ്പെയർ പാർട്സ് വലിയ കുഴപ്പമില്ലാതെ വിൽക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ബാറ്ററി വന്നു, ടയർ വന്നു. ഈ ബാറ്ററി പുറത്തിറക്കി കടയിൽ കൊണ്ട് വെച്ചു. അപ്പോൾ അവിടെ ഈ ഷെറി എന്ന് പറഞ്ഞ് ഏജൻറ്റുമാരുണ്ട്. അവർ മുഖേനയാണ് അധികം കച്ചവടം നടക്കുന്നത്. ഇവരാരാണ്ടൊക്കെ കൂടെ അവിടെ വന്ന് നമ്മുടെ ബാറ്ററിയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്നൊട്ട് മനസ്സിലാവുന്നില്ല.
അപ്പോൾ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളോട് ചോദിച്ചാൽ എന്താ ഇവർ പറയുന്നതെന്ന്. അവൾ പറഞ്ഞു ഇത് മുഴുവൻ എക്സ്പയർ ആയ ബാറ്ററിയാണ്. അതിനകത്ത് ഈ എക്സ്പയർ ഇതുമുണ്ട്, ഡേറ്റും ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതൊരു സ്റ്റിക്കറാണ്. എനിക്കിതറിയില്ലല്ലോ. ആ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞാലും മതിയായിരുന്നു. അത് നമ്മൾ ചെയ്തില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് ടൗണിൽ മുഴുവൻ പരന്നു. ഒരു കള്ള മൊഹിന്തി വന്നിട്ടുണ്ട്, എല്ലാം എക്സ്പയറി ആയി ബാറ്ററിയെ കൊണ്ടുവന്ന് വിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി ആയി. പിന്നെ ആരെങ്കിലും നമ്മുടെ കടയിൽ കയറും. അത് കഴിഞ്ഞപ്പോൾ ടയർ, ഒരു കണ്ടെയ്നർ ടയർ. അപ്പോൾ അതിന് എനിക്കൊരു കസ്റ്റമറുണ്ട്, ഒരു ഇന്ത്യൻ കമ്പനി തന്നെ. ഈ ടയർ ഞാൻ ആദ്യം കൊണ്ട് പ്രൈസൊക്കെ കൊടുത്തു, സൈസൊക്കെ കൊടുത്ത് അതിൻ്റെ ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു മേജർ പോർഷൻ അവർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രൈസിങ് ആണ്, കുഴപ്പമൊന്നുമില്ലാന്ന്. ഞാൻ ഈ ടയർ മുഴുവനും അവിടെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവിടെ കൊണ്ട് ഓഫ് ലോഡ് ചെയ്തു. പിറ്റേ ദിവസം കാലത്താൾ എന്നെ വിളിച്ചു, അവൾ വേഗം വരണമെന്ന് പറഞ്ഞു. വന്നപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ആയിട്ടുള്ള ഇത്രയും പരിചയമൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓർഡർ ഞാൻ നിങ്ങൾക്ക് തന്നെ. ഇത് മുഴുവനും മോശം പുതിയ ടയറുകൾ തന്നെ. അതായത് ദുബായിലൊക്കെ ഈ വലിയ ഗോഡൗണിൻ്റെയൊക്കെ ഈ സോർട്ട് ചെയ്തിട്ട് മൂലയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ മാറ്റിയിടും. അത് അവസാനം 2-3 ഒക്കെ വർഷം കഴിയുമ്പോൾ വെയിലും ഒക്കെ ഉള്ള വലിയ ഗോഡൗണാണ്. ഇത് വളരെ മോശം ഇതായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് പുതിയ ടയറും കൂടി ഇട്ടിട്ടാണ് ഈ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുപോകണം. ഇത് വെക്കാൻ പോലും എനിക്കൊരു സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഈ മറ്റേ കോവിബാർ പഴയ കമ്പനിയിലെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അതൊരു ചെറിയ വീടാണ്, ഒരു ബെഡ്റൂമും 2 ചെറിയ മുറി, ഒരു ടോയ്ലറ്റ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ബെഡ്റൂമാണ് കുറച്ച് വലിപ്പമുള്ളത്. ബെഡ്റൂം ഒരു മുറി ഉപയോഗിച്ച് ഈ ടയർ മുഴുവൻ ഞാൻ അവിടെ കൊണ്ട് വെച്ചു. ഗോഡൗൺ എടുക്കാനൊന്നും സാധിക്കില്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും അയാളുടെ അടുത്ത് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാൽ എനിക്കിങ്ങനെ കളിക്ക് പറ്റിയതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നീ എല്ലാം പുറത്തെടുക്കുക, എന്നിട്ട് ആരെങ്കിലും വെച്ചത് മുഴുവൻ തിരയുക, നല്ല ടയർ മാത്രം എടുത്ത് ബാക്കിയെല്ലാം കളയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 പേരെ വെച്ചത് മുഴുവൻ പുറത്തെടുത്ത് തിരഞ്ഞ് ഒരു 35%, 1/3 എനിക്ക് കിട്ടി. 2/3 കളയേണ്ടി വന്നു. ഇത് കളയാൻ വണ്ടിക്കൂലി അടക്കം അതിനും എനിക്ക് ചിലവായി. ഇതവിടെ ഇടാൻ പറ്റില്ലല്ലോ, ഇത് കൊണ്ടുപോയി കളയണ്ടേ. ഈ 1/3 ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പത്തേക്കും മാർക്കറ്റിലൊക്കെ നല്ല പേരായി, ഭയങ്കര തട്ടിപ്പാണെന്നുള്ള പേരെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഈ ടയറും ഈ ബാറ്ററിയും കൊണ്ടാണ് അടുത്തൊരു 3-3.5 വർഷം ഞാൻ ജീവിച്ചത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി സ്റ്റിക്കറെല്ലാം കയറി കളഞ്ഞു. ഈ ഷെറി എന്ന് പറയുന്നവർ, അവർക്കറിയാം ബാറ്ററി മോശമാണ്. അവരിങ്ങനെ ഓരോരുത്തരെ കറക്കി കൊണ്ടുവന്നത് എടുക്കും. അപ്പോൾ കുറച്ച് 5-6 മാസം കഴിഞ്ഞാൽ ബാറ്ററിയുടെ വിലയൊക്കെ കൂടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഈ ബാറ്ററി അവിടെ ഈ മട്ടാട്ടു എന്ന് പറഞ്ഞ ധാരാളമുള്ളൊരു വണ്ടിക്ക് ഉപയോഗിക്കേണ്ട ബാറ്ററിയാണ്. ഈ ബാറ്ററി ക്വാളിറ്റിക്കകത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡേറ്റ് എക്സ്പയർ ആയെന്ന് മാത്രം. 3.5 വർഷം കൊണ്ടാണ് ഞാനത് വിറ്റ് തീർത്തത്. 3.5 വർഷത്തിനകത്ത് പോലും റിട്ടേൺ എന്ന് പറഞ്ഞ് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ചെറിയൊരു പെർസെൻറ്റേജേ പറ്റിയുള്ളൂ. ഇത് അങ്ങനെ ആരെങ്കിലും 1-2 പേരെ കൊണ്ടുവരും, 2 ബാറ്ററി പോവും. അപ്പോൾ അന്നത്തേക്കുള്ള കാര്യം നമുക്ക് ഇതായി. ഇതുപോലെ ഈ ടയറും ബാറ്ററി 3-3.5 വർഷം കൊണ്ടാണ് വിറ്റ്. ഈ 3-3.5 വർഷവും എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെന്ന് വരിയിൽ പട്ടിണിയായി പോനെ. കയറ്റിവിട്ട സുഹൃത്ത് ഇതിനകത്ത് ഇൻവോൾവ് ആണോ ഇൻവോൾവ് അല്ലയോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ആ പൈസ മുഴുവൻ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഈ 3-3.5 വർഷം കൊണ്ട് വേറെ ചില പൈസ കിട്ടിയപ്പോൾ ഞാൻ കടമൊക്കെ തീർത്തായിരുന്നു. അപ്പം ഈ സ്വന്തം ബിസിനസ്സും സംരംഭവുമായിട്ട് റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ റുവാണ്ടയിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഈ സമയമായപ്പോഴത്തേ എനിക്ക് തോന്നുന്നു 2002, 2003, 2004 ആയിട്ടുണ്ടാവില്ലേ. ഈ 10 വർഷം കൊണ്ട് 94-ലുണ്ടായ ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ സമയം കൊണ്ട് ഈ ഗോത്രങ്ങൾ, അതായത് പരസ്പരം കൊന്നുകൊണ്ടിരുന്ന ആ ഗോത്രങ്ങൾ ഇപ്പോഴും ആ രാജ്യത്തുണ്ട്. അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നോ, അതോ വീണ്ടും ശത്രുത തന്നെ നിൽക്കുകയാണോ? ഇല്ല, അവരുടെ മനോഭാവത്തിൽ പതുക്കെ ആണെങ്കിലും നല്ല മാറ്റം വന്നു. അതിനൊരു എന്താ പറയുക, അവിടെ ഒരു റിക്കൺസിലേഷൻ മിനിസ്ട്രി തന്നെ ഉണ്ട്. ഇവരുടെ ഒത്തിരി എഫർട്ടും ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഗോത്ര സൗഹാർദ്ദ മിനിസ്ട്രി എന്ന് വേണേൽ പറയാം. അതെ. വലിയതായിട്ട് കൊലപാതകത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തവരോ നിവർത്തികേട് കൊണ്ട് സപ്പോർട്ട് ചെയ്തവരാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലത്ത് ഭാര്യ ഭർത്താവിനെ കൊന്നവരുണ്ട്, ഭർത്താവ് ഭാര്യയെ കൊന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ചാൽ ഇവർ പോയിട്ട് പറയും ഒന്നുകിൽ നീ തന്നെ കൊന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരെയും കൊല്ലുമെന്ന് പറയും. അങ്ങനെ ചുരുക്കം മാരേജുകൾ അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ ഭാര്യ ഭർത്താവിനെ കൊന്നിരിക്കണം, അല്ലെ ഭർത്താവ് ഭാര്യയെ കൊന്നിരിക്കണം. ഉത്തരവാണ്. അത് അനുസരിച്ചില്ലെങ്കിൽ 2 പേരെയും കൊല്ലും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം
വലിയ പ്രശ്നക്കാരെല്ലാം ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻവോൾവ് ആയവരോ സപ്പോർട്ട് ചെയ്യാതിരുന്നവരോ അല്ലെങ്കിൽ ഇവർ വന്നപ്പോൾ രക്ഷിക്കാതിരുന്നവരോ ഇവരെ കാണിച്ചു കൊടുത്തവരോ അങ്ങനെ പലരും ഉണ്ടല്ലോ. ഇതിനകത്ത് ഉള്ള എല്ലാവരും ഇത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നവരാണ്. ഒന്നുകിൽ അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ കൊന്നവരാണ്, അല്ലെ കൊല്ലാൻ സഹായിച്ചവരാണ്, കൊല്ലുന്നത് തടയാതിരുന്നവരാണ്. അങ്ങനെയും പറയാം നമുക്ക്. എല്ലാവരും കൊന്നവരായിരിക്കില്ല, അത് തടയാതിരുന്നവരാണ്. ഏതാണ്ട് ഒരു പഞ്ചായത്ത് കോടതി എന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാ കമ്മ്യൂണിറ്റിയിലെല്ലായിടവും തിരിഞ്ഞ് ഇതുപോലെ തുടങ്ങിയിട്ട് അവിടെ ഈ രണ്ട് കൂട്ടരും വന്ന് അവരുടെ കഥകൾ പറയുകയും കുറ്റം ചെയ്തവരെ മറ്റവർ ക്ഷമിക്കുകയും അനുഭവിച്ചവർ അവരുടെ കഥകൾ പറയും. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. എല്ലാ ഗ്രാമത്തിലും എല്ലായിടത്തും ഇതിനുള്ള ഇതുണ്ടാക്കി ഒരു നാട്ടുകൂട്ടം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുക, പറഞ്ഞു തീർക്കുക. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റു സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കോളൂ, പലപ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൊറിഞ്ഞു പിന്നെയും കൂട്ടുക ചെയ്യുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ളതിനേറ്റ് ആദ്യം വേണ്ടത്. ഇത് അവർ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു. അത് വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു, ഭയങ്കര തന്ത്രപരമായ നീക്കമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ബുദ്ധിയാണോ അതോ UN പോലുള്ള എനിക്ക് അറിയില്ല. അത് ഈ പുറമേ നിന്നുള്ള ആരെങ്കിലും അതിന് ഇതുണ്ടായിരിക്കും, അവർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവാം. എന്ത് അഡ്വൈസ് കിട്ടിയാലും അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതല്ലേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ്. പിന്നെ കൗൺസിലിങ്, എല്ലാവർക്കും കൗൺസിലിംഗ് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാനീ പറയുന്ന പോലെ ഒരു കുടുംബത്തിലൊക്കെ എല്ലാവരും മരിച്ചു പോയിട്ട് കൊല്ലപ്പെട്ടിട്ട് ഒരാൾ ബാക്കി വരുമ്പോൾ അവരുടെ ആ ഇതുണ്ടല്ലോ, ഈ പല ആൾക്കാരും അതുപോലെ കൂട്ട റേപ്പിങ്ങിന് ഇരയായി, സ്ത്രീകളെക്കാളും കൂടുതൽ ആണുങ്ങളും ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ കൂടെ തന്നെ ജോലിയെടുത്തൊരു സ്ത്രീ, അവർക്കന്ന് 18-19 വയസ്സേ ഉള്ളൂ. കൂട്ട ബലാത്സംഗത്തിന് ഇരയായി, അവർക്കൊരു കുട്ടിയുണ്ടായി, അവർക്ക് ഇതുപോലെ മുഖേന എയ്ഡ്സ് വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം അങ്ങനെയുള്ള ആൾക്കാർ. ഈ സമയമായപ്പോഴത്തേക്ക് ഈ പോൾ കഗാമെ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം അധികാരത്തിലെത്തിയോ? അദ്ദേഹം 2000 തൊട്ട് പ്രസിഡന്റായി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതുവരെ പ്രസിഡന്റ്. ഈ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ വളർച്ചയിൽ, ഈ മാറ്റത്തിലൊക്കെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഉണ്ട്. RPF എന്നാണ് ഇവരുടെ ആർമിയുടെ പേര്. ഈ RPF വന്നു കഴിഞ്ഞപ്പോൾ റിവെഞ്ച് കില്ലിങ് തുടങ്ങിയായിരുന്നു. റിവെഞ്ച് കില്ലിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. റിവെഞ്ച് കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ആരാണോ കൊല്ലപ്പെട്ടത് ആ ഭാഗം കൊന്നവരെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് വന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് അവർ ചെയ്തത്, ഈ പുറത്തുനിന്നൊക്കെ പല ഫണ്ടിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്നത് ഏറ്റവും മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം $100 കിട്ടിക്കഴിഞ്ഞാൽ $90 അവരതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. പൊതുവെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ അഴിമതിയാണല്ലോ പ്രധാന പ്രശ്നം. ഒത്തിരി അന്താരാഷ്ട്ര സഹായങ്ങൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എല്ലാം കിട്ടുന്നുണ്ട്. തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, അതായത് ആഫ്രിക്കയിൽ ഈ റുവാണ്ടയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോലും അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഇവിടെ മാത്രം എങ്ങനെയാണ് ഈ അഴിമതി ഇത്രയും കുറയാൻ കാര്യം? അഴിമതി കുറയാൻ കാരണം ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെ പ്രസിഡൻറ്റിൻ്റെ ഒക്കെ ഒരു വിഷൻ തന്നെയാണ്. അവരതിനു വേണ്ടിയിട്ട് വളരെ എഫർട്ട് എടുത്തിട്ടുണ്ട്. അല്ല, അതിന് കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഒന്നാമത് ഇവരുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അവരൊരു പക്ഷേ ഇത് തുടങ്ങിയത് ഈ ജനസൈഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഫ്യൂച്ചറിൽ ഉണ്ടാകാതിരിക്കാനാണ്. നിങ്ങൾ സംസാരിക്കുന്ന 10 പേരിൽ ഒരാൾ എന്തെങ്കിലും രീതിയിൽ ഇതുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു ചാരനായിട്ട്, ചാരൻ എന്ന് പറയണ്ട, ഇൻഫോർമർ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്കറിയാൻ പറ്റും. അതുപോലെ നാട്ടിലാണെങ്കിൽ വീടുകളാണെങ്കിൽ 10 വീടുകൾക്ക്, ഇപ്പം കുറച്ചുകൂടെ കൂട്ടി നമ്പർ, അക്കാലത്തൊക്കെ 10 വീടുകൾക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ട്. അയാളാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യേണ്ടതും. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ വീടൊക്കെ മാറി ചെല്ലുമ്പോൾ അവിടെ വന്ന് ഇയാൾ നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്താണ്, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് ഒക്കെ അയാൾ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രോസസ്സിൽ കൂടെ ഇവരത് കണ്ടമാനം മാറ്റിയെടുത്തു. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് കൂടുതൽ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വന്ന പൈസയും അല്ലെങ്കിൽ അവിടെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന പൈസയും ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു ആഫ്രിക്കൻ സ്റ്റാൻഡേർഡിലൊക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എനിക്ക് കൃത്യം അറിയില്ലെങ്കിൽ ആഫ്രിക്കൻ സ്റ്റാൻഡേർഡിൽ 90% മോഷ്ടിക്കുകയും 10% ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ 10% മോഷ്ടിച്ചിട്ടുണ്ടാവാം, 90% ഉപയോഗിച്ചിട്ടുണ്ട് റുവാണ്ടയിൽ. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഡോണർമാർക്കൊക്കെ അവർക്കും ഒരു അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇപ്പം അവർക്ക് റുവാണ്ട പോലൊരു സ്ഥലത്തിന് കൊടുക്കാൻ താല്പര്യമുണ്ട്, അത് മുഴുവൻ പ്രയോജനപ്പെടും. അതുകൊണ്ട് കൂടുതൽ ഫണ്ടിങ്ങിനുള്ള സൗകര്യം അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു ഏകാധിപതിയായിട്ട് നിൽക്കുമ്പോഴും ശക്തമായി ക്ലീനായ ഒരു ഭരണം നടത്താൻ വേണ്ടി ഈ പോൾ കഗാമെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്നാണ് പറയാം. പൂർണ്ണമായിട്ട് ഞാൻ ഏകാധിപതി എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ഒറ്റ പാർട്ടിയാണല്ലോ. ഒരു പാർട്ടിയല്ല, പാർട്ടികളുണ്ട്.
പാർട്ടികളുണ്ടെങ്കിലും മറ്റു പാർട്ടികൾക്ക് വോട്ട് കിട്ടുന്നില്ല. വോട്ട് കിട്ടാത്തത് അതായത് അവിടുത്തെ ചെറിയ ആൾക്കാർക്ക് അല്ലെ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെ ഹുട്ടു വംശജർക്ക് അവർക്ക് ഇങ്ങേര് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് താല്പര്യം. ഇദ്ദേഹം ടുട്സിക്കാരനാണോ? ഇങ്ങനെ ടുട്സിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഞ്ചാരത്തിലൂടെ റുവാണ്ട കാണിച്ചപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ട കാര്യം ഇത്രയും വൃത്തിയായിട്ടൊരു രാജ്യം മുഴുവൻ ഇത്രയേറെ പ്രതിസന്ധികളിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വളർന്നു വന്ന ഒരു രാജ്യം എങ്ങനെ ഇത്ര വൃത്തിയായിട്ട് ഇത്ര പ്രൊഫഷണലായിട്ട് ഒരു രാജ്യത്തെ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ക്ലീനിങ് പ്രോസസ്സൊക്കെ ഇത്ര എഫക്റ്റീവായിട്ട് നടക്കുന്നത്? ഞാൻ അവിടെ ചെല്ലുന്ന കാലത്ത് റുവാണ്ട ആകെപ്പാടെ ഒരു ഇതായിട്ടുള്ള കണ്ടീഷനിലായിരുന്നു. വഴികളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാറുകൾ കത്തിക്കിടക്കുക, കത്തിയ കാറുകൾ, വണ്ടികൾ, ട്രക്കുകൾ, കലാപത്തിന്റെ തുടർച്ച അവിടെ വിസിബിളായിട്ട് തന്നെ കാണാമായിരുന്നു. അതുപോലെ ഡെവലപ്മെന്റ് കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം ഒരു 4 നില കെട്ടിടമായിരുന്നു. റുവാണ്ടയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്ന സിംഗപ്പൂരിനുണ്ടാക്കിയ അതേ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ക്ലിന്റൺ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ സപ്പോർട്ടെല്ലാം അവർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ GDP എന്ന് പറഞ്ഞത് 14-15 ബില്യണേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ GDP എന്ന് പറയുന്നത് 140-150 ബില്യൺ ഉണ്ട്. അതിൻ്റെ 10 ഉള്ളൂ. അപ്പോൾ ഈ 10 ആ 10 ഉപയോഗിക്കുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ 10 GDP ഉള്ള റുവാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് അവർ മാറ്റുന്നു, ഡെവലപ്പ് ചെയ്തു. അപ്പോൾ GDPയും പൈസയും അല്ലാതെ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതെ, അത് ഉപയോഗിക്കുന്നതാണ് അതിനകത്തെ കാര്യം. അല്ല, കേരളത്തിലെ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു $10 ബില്യൺ എല്ലാ വർഷവും NRI റെമിറ്റൻസ് വരുന്ന സ്ഥലമാണ് കേരളം. അതേസമയം അവിടെ ആ കാലത്തൊക്കെ ഒരു 10 വർഷം മുമ്പ് അവിടുത്തെ GDP എന്ന് പറഞ്ഞാൽ 2.5 ബില്യൺ ആണ്. ശരി. അപ്പം നമ്മുടെ റെമിറ്റൻസിന്റെ 10-11 ഉള്ളെന്ന് പറയും. റെമിറ്റൻസിന്റെ 1/4. അതെ. അങ്ങനെ അപ്പം അത് വളരെ സിമ്പിളും വളരെ ക്ലിയറും അല്ലേ. ഈ എത്ര പണം ഉണ്ടെന്നുള്ളതല്ല, ഈ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ. നമുക്കിപ്പോഴും അറിയാത്തത് പണം എഫിഷ്യൻ്റ് ആയിട്ട് അറിയില്ല എന്നുള്ളതാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ അറിയില്ല. അറിയാകിയല്ല, അതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ ഇത് സൈഫൺ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും അഴിമതി, കള്ളത്തരം, കറപ്ഷൻ കൊണ്ട് പോകുന്നു. അത് ഇപ്പോഴും നടക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അവിടെ അത് താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ പരമാവധി കുറച്ചിരിക്കുന്നു. ഈ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ അവരുടെ ഒരു സ്പിരിറ്റിലേക്ക് വന്നു? 2-3 കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. ഒന്നാമത്തേത്, അവിടുത്തെ നിയമങ്ങളെല്ലാം വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. ഇപ്പം നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ട് വാള് നമുക്ക് 1.5 മീറ്റർ അകത്തേക്ക് കയറ്റി പണിയാൻ പറ്റുള്ളൂ. ഈ 1.5 മീറ്റർ നമ്മൾ ഗാർഡനായിട്ട് നിർത്തണം. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അല്ല, സിറ്റിക്ക് ഇതെല്ലാം കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത്രയും പണമില്ലാത്തൊരു യൂറോപ്പിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും, റുവാണ്ടയിൽ സാധിക്കില്ല. പക്ഷെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഒരു ജോലി, അതായത് ഓരോ സ്ഥലത്തിന്റെ ഉടമസ്ഥനും ഓരോ കെട്ടിടത്തിന്റെ ഉടമയും അവന്റെ മുൻഭാഗം സൗന്ദര്യവൽക്കരിച്ച് വൃത്തിയാക്കി ഇടേണ്ടത് ഉത്തരവാദിത്വമാണ്. ഇനി അവനത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതിന് വലിയ പെനാൽറ്റി ഉണ്ട്. ഇവരിവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തും, ആദ്യം പറയും. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് $100 പെനാൽറ്റി ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്യും. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അതുപോലെ എല്ലാ മാസവും ഒരു ദിവസം, എല്ലാ ലാസ്റ്റ് സാറ്റർഡേ ഒരു കമ്മ്യൂണിറ്റി ഇതിനകത്ത് കംപ്ലീറ്റ് ക്ലീനിങ്. അതായത് ആ ഗ്രാമം അവരുടെ ഗ്രാമോ അല്ലെ അവരുടെ സെക്ടറോ അല്ലെ അവരുടെ ഒരു ഏരിയ പട്ടണത്തിലാണ് ഒരു ഏരിയ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അതായത് നമ്മൾ പണ്ട് സേവനവാരം നടത്തിയെന്ന് പറഞ്ഞല്ലേ. അതെ, അതെല്ലാ മാസവും ചെയ്യണം. എന്നിട്ട് അവർ ഓരോന്ന് തീരുമാനിക്കും. ഒരു മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് തീരുമാനിക്കും. അതവർ കൃത്യമായിട്ട് ചെയ്യും. ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കണം. ചെന്നില്ലെങ്കിൽ അവർ അവിടെ ആബ്സെന്റ് മാർക്ക് ചെയ്യും. ഇത്ര ആബ്സെന്റിക്കുള്ളിൽ വരാൻ പാടില്ല. അതിൽ കൂടുതൽ ആബ്സെന്റ് വന്നു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും സർവീസിനൊക്കെ ചെല്ലുമ്പോൾ അതിന് പെനാൽറ്റിയും ഫൈനും ഒക്കെ ഈടാക്കും. അതുകൊണ്ട് എല്ലാവരും ചെല്ലും, ഈവൻ പ്രസിഡന്റ് പോലും ചെല്ലും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് അവിടെ വന്നപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, പ്രസിഡന്റ് ഓരോ വകുപ്പിലെയും പ്രധാന ഉദ്യോഗസ്ഥരെ എല്ലാം വർഷത്തിലൊരിക്കൽ വിളിച്ചു വരുത്തി അടുത്തൊരു വർഷത്തെ ടാർഗറ്റ് നേരിട്ട് കൊടുക്കുകയും നേരിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് എല്ലാ വർഷവും ഒരു റിട്രീറ്റ് നടത്തും. വർഷത്തിൽ 2 പ്രാവശ്യമുണ്ട്. ഒരെണ്ണം മെയിൻ ആയിട്ടുള്ളത്, മറ്റേത് ഇടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഒരെണ്ണം കൂടെ നടത്തും. അത് ഏതാണ്ട് ഒരു 500ഓളം ആൾക്കാരെ, 400-500 പേരെങ്കിലും ഉണ്ടാവും. വെച്ചാൽ മേയർമാര്, അതുപോലെ കീ ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് അവർ ചിലപ്പം ഒരാഴ്ചയോ അവിടെ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ അവരുടെ മിനിസ്റ്റേഴ്സും ബാക്കി ആ ടീമെല്ലാം ഉണ്ടാവും. ഈ ഡിസ്കഷനകത്ത് ഓരോരുത്തരും കമ്മിറ്റ് ചെയ്യണം, ഞാൻ അടുത്ത വർഷം ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോണേ. ഈ 6 മാസം കഴിയുമ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് പറയണം ഞാൻ ഇന്നൊക്കെ ഇന്ന വരെ അച്ചീവ് ചെയ്തു.
ഫൈനൽ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പിന്നെ മേയർ ആയിരിക്കില്ല. ഓ ശരി. പിന്നെ അവിടെ ഇപ്പോൾ ഒരു മേയറുടെ താഴെയുള്ള ഒരാൾക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പറയാം. ഓ ശരി. ഈ റിട്രീറ്റുകൾ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്, വളരെ എഫക്റ്റീവ്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഈ വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈയാണ്. ഞാനവിടെ ഈ കാർഷിക സംഘങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകളാണ് അതിൻ്റെയൊക്കെ പ്രസിഡന്റുമാർ തലപ്പത്തിരിക്കുന്നത്. ഈ പാർലമെൻറ്റിൽ 66% ഏതാണ്ടാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. ഓ ശരി. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് റുവാണ്ടയിലാണ്. ശരി. നിയമപ്രകാരം അവിടെ എല്ലായിടത്തും 30% വേണം. അത് നിർബന്ധമാണ്. അത് ഈ പാർലമെന്റ് മാത്രമല്ല, ഇപ്പം ഡിസ്ട്രിക്ട് കൗൺസിലിൽ ചെന്നാലോ ഏത് ഓർഗനൈസേഷൻ ചെന്ന് കഴിഞ്ഞാലും 30-ക്കും 50-ക്കും ഇടയ്ക്ക് സ്ത്രീകളുണ്ട്. ജനങ്ങളെല്ലാം എക്സസൈസ് ചെയ്തിരിക്കണമെന്ന് നിയമമുള്ള ഒരു രാജ്യം എനിക്ക് തോന്നുന്നു റുവാണ്ടയായിരിക്കും തോന്നുന്നത്. അവിടെ എല്ലാ ഫ്രൈഡേയും ഗവൺമെൻറ് ഓഫീസുകളെല്ലാം 2 മണിയോ 2:30 ആകുമ്പം അടയ്ക്കും, ക്ലോസ് ചെയ്യും. എന്നിട്ട് എല്ലാവരും ഇതിന് പോകണം. സ്പോർട്സ് എന്നാണ് അവർ പറയുക. സ്പോർട്സിന് പോകണം എന്നുള്ള നിർബന്ധമാണ്. അതിനൊക്കെയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, അവിടെ ചില ട്രാക്കും ഒക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ട്രീറ്റുകളുടെ ഒരു വശം സ്ട്രീറ്റുകൾ. അതുപോലെ എല്ലാ മാസവും ഒരു കാർ ഫ്രീ ഡേ ഉണ്ട്. കാർ ഓടില്ല. അതിനൊരു 11 മണി വരെ ഉള്ളൂ. കാലത്ത് തൊട്ട് 11 മണി വരെ കാർ ഓടില്ല. ആ സമയം റോഡുകളിൽ ആൾക്കാർക്ക് ഓടാം, എവിടെ വേണേലും ഓടാം. പിന്നെ ഈ കാർ ഫ്രീ സോണുകളുണ്ട്, അവിടെ എല്ലാം കാർ കയറ്റാൻ പറ്റില്ല, നടക്കണം. അവിടെ ഒത്തിരി എന്താ പറയാ റെസ്റ്റോറൻറ്റും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വണ്ടി അതിന്റെ പുറത്തുള്ളവരെ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ ഇടാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, അവിടെ ഈ ടെക്നോളജി, ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ഗൾഫോ യൂറോപ്പോ അമേരിക്കയോ ഒക്കെ അല്ലാത്ത എല്ലാം മോശം സ്ഥലങ്ങളാണെന്ന് പലപ്പോഴും നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ മണി അവതരിപ്പിച്ച ഒരു രാജ്യം റുവാണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതായത് മൊബൈൽ ഫോണിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന കാലം ഇവിടെ വളരെ കാലമായിട്ട് തന്നെ മൊബൈൽ ഫോൺ 2000 രൂപയുടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ മതി, നമുക്ക് ഇന്റർനെറ്റും വേണ്ട, ഒന്നും വേണ്ട, ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് കാലം മുതലുണ്ട്? ഏകദേശം 2012-13 എങ്ങാണ്ട് തുടങ്ങിയതാണ്. ഏതായാലും 10 വർഷത്തിൽ കൂടുതൽ അതുണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ തുടങ്ങുന്നതിന് 5-6 വർഷം മുമ്പെങ്കിലും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ശരി. അതായത് ഒരു സാധാരണ ഈ പറഞ്ഞ ബട്ടണുള്ള ഫോണുള്ള ഫോൺ, അതിന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ഫോൺ നമ്പറിൽ നിന്ന് അടുത്ത ഫോൺ നമ്പറിലേക്ക് SMS ആണ് അതിന്റെ ഇത്. ശരി. SMS കൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇന്റർനെറ്റേ ആവശ്യമില്ല, പൈസ റിസീവ് ചെയ്യുകയും ചെയ്യാം. ഈ അക്കൗണ്ടിലേക്ക് തന്നെ എനിക്ക് വേണമെങ്കിൽ അയക്കണമെങ്കിൽ അയക്കാം, എനിക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെയുള്ള ടെക്നോളജി വന്നു. ഇവിടെ ഈ ഒരു വിദേശിക്ക് നമുക്കൊക്കെ പോയി സ്ഥലം വാങ്ങാനും കെട്ടിടം പണിയാനും ഒക്കെയുള്ള അനുമതി കിട്ടുമോ? സ്ഥലം വാങ്ങിക്കാം. സ്പെക്കുലേഷന് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ പല ആൾക്കാരും, അതായത് മറിച്ചു വിൽക്കാൻ സ്ഥലം വാങ്ങിക്കുക, വിലക്കൂട്ടി മറിച്ചു വിൽക്കുക, അങ്ങനെ ഒരു അതവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിനേഴ്സ് സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കാനുള്ള ഒരു പ്ലോട്ട് അവർക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാം. അതിൽ കൂടുതലുള്ളതാണെങ്കിൽ അത് എന്തിന് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം. റിസോർട്ട് പണിയാണെങ്കിൽ റിസോർട്ട്, ഫാക്ടറി എന്തിനാണെങ്കിൽ അവർ സ്ഥലം വാങ്ങിക്കാം. അതായത് കൃത്യമായ ഒരു പ്രോജക്റ്റ് വേണം, ആ പ്രോജക്റ്റിനെ സ്ഥലം വാങ്ങാൻ പറ്റുള്ളൂ. ആ പ്രോജക്റ്റ് നടപ്പാക്കുകയും വേണം സ്ഥലം നടപ്പാക്കാൻ. അതായത് വെറുതെ ഭാവിയിൽ മറിച്ച് വിൽക്കാൻ വേണ്ടി കുറെ സ്ഥലം മേടിച്ചിട്ട് നടക്കില്ല. ഇപ്പോൾ ഇന്ത്യക്കാരൻ ഒരാൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ ഒരു പ്രശ്നവുമില്ല, സിറ്റിസൺഷിപ്പ് കിട്ടും. സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തിരിച്ച് സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ഈ സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നു, ബിസിനസ് ആരംഭിക്കുന്നു, കൺസൾട്ടൻസി ആരംഭിക്കുന്നു, അക്കൗണ്ടിങ് ഫേമുകൾ ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ എന്നാണ് നമ്മളൊരു സ്ഥിരതയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വേരുകളൊന്ന് ഉറച്ചു തുടങ്ങിയത്? അവിടെ എന്നെക്കൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബിസിനസ്സുകളും ഞാൻ കാലത്ത് ചെയ്തിട്ടുണ്ട്. ബെൻസിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കച്ചവടം ഞാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ ഞാൻ അതിനകത്ത് പെട്ടുപോയി, എന്നാലും അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻവെർട്ടർ, മോൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ 18 മണിക്കൂർ കൂടുതൽ അവിടെ പവർ കട്ടുണ്ട്. അക്കാലത്തൊക്കെ പവർ കട്ട് പവർ കട്ടല്ല, ഇപ്പം എക്സസ് പവറാണ്. അപ്പം പിന്നെ എന്തൊക്കെ ബിസിനസ്സുകളിലേക്കാണ് ഈ പറഞ്ഞ ഇൻവെർട്ടർ കൊണ്ടുവന്ന് വിറ്റു? ഇൻവെർട്ടർ കൊണ്ടുവന്നപ്പം ഓക്കെ, ഞാൻ അന്ന് എനിക്ക് വേറെ ജോലിക്കാരൊന്നുമില്ല, ലോക്കലായിട്ട് മാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പയ്യനുണ്ട്. ഇവനും ഞാനുമായിട്ട് പെട്ടിയൊക്കെ തൂക്കി ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ റെക്കമെൻഡേഷനൊക്കെ വെച്ച് പോയി കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യാണ്. അത് ഒരുവിധം വലിയ ലാഭമൊന്നുമില്ലെങ്കിലും ആ കാലത്ത് സർവൈവ് ചെയ്യാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കോങ്കോയുടെ കാട്ടിനുള്ളിൽ നിന്ന് തടി വെട്ടിക്കൊണ്ടുവന്ന് സ്ലാബുകളാക്കി ഇവിടെ വിൽക്കാൻ ശ്രമം നടത്തി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ എൻ്റെ അക്കൗണ്ടൻറ്റ്, അയാൾ ഞാനും കൂടെ പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നത്.
ഇതിവിടെ കൊണ്ടുവന്ന് കോങ്കോയിൽ ഇഷ്ടം പോലെ തടിയുടെ നാടല്ലേ? ഇഷ്ടം പോലെ തടിയാണ്. കോങ്കോയിലെ തടി വിറ്റാൽ മാത്രം അവിടുത്തെ എല്ലാവരും കോടീശ്വരന്മാരാവും, അത്രയധികം തടിയാവുള്ളൂ. ഇത് ഇവിടെ കൊണ്ടുവന്ന്, പക്ഷേ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാതെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഓയിൽ അവിടുന്ന് പാം ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ നോക്കി. എവിടെ വെച്ചാണ് സാറ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയത്? ഏതാണ്ട് ഒരു 12 വർഷം എടുത്തു എനിക്ക് ബ്രേക്ക് ഈവൺ ആവാൻ. ഈ 12 വർഷം ബ്രേക്ക് ഈവൺ ആയത് ആദ്യമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് അവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ചൈനീസ് കിഗാലിയിൽ. അപ്പം മോന് അവിടെ ഈ പാഴ്സൽ വാങ്ങിക്കാനായിട്ട് എന്തോ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ചെന്നതാണ്. അപ്പോൾ അയാളെ നമുക്ക് പരിചയമുണ്ട്, അവിടെ തന്നെ പോയി പല പ്രാവശ്യം പോയി. അപ്പം ഇവൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാം നിങ്ങൾക്കെന്ന് പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം അങ്ങേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് കംപ്ലീറ്റ് അങ്ങ് മാനേജ് ചെയ്തു. റെസ്റ്റോറൻറ്റ് ഏറ്റെടുത്തു 50-50. അയാൾക്കൊരു ചെറിയ വാടകയുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ. ഇത് ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾക്ക് $20,000 ലാഭം കിട്ടി. 2-3 മാസം കൊണ്ട് മുടക്കിയ മുതലും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഇത് ഏതാണ്ടൊരു 2 വർഷത്തോളം ഞങ്ങളത് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് മോൻ്റെ IT ബിസിനസ്സിനകത്ത് ഒത്തിരി പ്രയോജനം ചെയ്തു. അവിടെ നിന്നുണ്ടായ കോണ്ടാക്ട്സും ഈ ഞങ്ങളുടെ പാർട്ട്ണർക്കുണ്ടായിരുന്ന കോണ്ടാക്ട്സും, പാർട്ട്ണർക്കാണെങ്കിലും വളരെ ഹൈ ലെവൽ കോണ്ടാക്ട് ഉള്ള ആളാണ്. അങ്ങനെയാണ് ഈ IT-യിലേക്ക് എൻ്റർ ചെയ്യുന്നത്. IT-യിലേക്ക് എൻ്റർ ചെയ്ത് വളരെ ഇതായിട്ടുള്ള പല പ്രൊജക്റ്റുകളും, സീരിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളും റുവാണ്ട ചെയ്തു. അത് കഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക്, ബുറുണ്ടിയിൽ, സെൻട്രൽ ആഫ്രിക്കൻ, പല സ്ഥലങ്ങളിലേക്ക്. അത് കഴിഞ്ഞിട്ട് അത് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു. ദുബായ്, ഖത്തർ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും വന്നു. നാട്ടിലും അതിൻ്റെ ഒരു കമ്പനി വെച്ചിട്ട് അവിടുന്ന് സപ്പോർട്ടോടെ അങ്ങനെ അന്നാണ് ആദ്യമായിട്ടൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതാണ്ടൊരു 2015 മുതൽ ഈ സംരംഭങ്ങളൊക്കെ ഏതാണ്ട് വിജയകരമായി മാറി തുടങ്ങി. അതുപോലെ എൻ്റെ പ്രാക്ടീസ് ആണെങ്കിലും നല്ല രീതിയിൽ വന്നു. ഈ റുവാണ്ടയിൽ ഇപ്പോൾ ഈ കിഗാലിയിൽ ധാരാളം മലയാളികളും ഇപ്പോൾ ഉണ്ടല്ലോ. അവിടെ അവരും ഈ തരം ബിസിനസ് മേഖലയിലാണോ കൂടുതലും പ്രവർത്തിക്കുന്നത്? അവർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിസിനസ്സുകാരുണ്ട് പലരും, കുറേ ജോലിക്കാരും ഉണ്ട്. പണ്ട് അവിടെ വന്നവർക്ക് ജോലി വിസ റിന്യൂ ചെയ്ത് കിട്ടും. ഇപ്പോൾ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വർക്ക് പെർമിറ്റ് ആൻഡ് വിസ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, ലൈക്ക് CA കിട്ടും, അല്ലെങ്കിൽ എഞ്ചിനീയർ കിട്ടും, അല്ലെങ്കിൽ അവിടെ ഷോർട്ടേജ് ഉള്ള കാറ്റഗറിയിൽ മാത്രമേ വിസ കിട്ടുള്ളൂ. അല്ലാതെ ഒരു വിസ അവർ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. ഇൻവെസ്റ്റേഴ്സിനെ അവിടെ ക്ഷണിക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പൈസയായിട്ട് വന്നു, നിങ്ങൾക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് കമ്പനി രജിസ്റ്റർ ചെയ്യാം. എല്ലാം ഒരേ ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണം. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നതോ ഒരഭ്യാസവും നടക്കില്ല. നിങ്ങൾക്ക് ആപ്പാടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിംഗപ്പൂറായിട്ടാണ്. അവരുടെ സ്വപ്നവും ഒരു സിംഗപ്പൂർ തന്നെയായിരിക്കുമല്ലോ. ഓക്കെ, ആഫ്രിക്കയിലെ സിംഗപ്പൂർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആഫ്രിക്ക എന്ന ഒരു ഭൂഖണ്ഡം തന്നെ ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. അഴിമതി, കൂട്ടക്കൊലകൾ, ഇതിൻ്റെ മാത്രം കഥകൾ പറയാനുള്ള ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്യൻ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ സിംഗപ്പൂരിൻ്റെ നിലവാരത്തിലേക്ക് ഒരു രാജ്യം വളർന്നു വന്നു, റുവാണ്ട. ആ റുവാണ്ടയുടെ ദുരിതപൂർണമായ കഥകളും നമ്മളിപ്പോൾ വിവരിച്ചു കഴിഞ്ഞു. ഒപ്പം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ആഴത്തിൽ റുവാണ്ടയിൽ അഭയം തേടിയ ഒരു മലയാളി അവിടെ നിന്ന് പ്രതിസന്ധികളെ മറികടന്ന് ജീവിത വിജയം നേടിയ കഥ കൂടിയാണ് നമ്പ്യാർ സാറിൻ്റെ കഥകളിലൂടെ നമ്മൾ കേട്ടത്. ഈ കഥകൾ പലർക്കും പ്രചോദനമാകും എന്നെനിക്കറിയാം. നമ്പ്യാർ സാറേ, നന്ദി. നമസ്കാരം.